അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മൾ ക്യാരറ്റ് കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ അടിപൊളി റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചായയുടെ കൂടെ ആയാലും ചോറിന്റെ കൂടെ ആയാലും ഒക്കെ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത് കണ്ടാലോ? അതിനും എന്നും പറയുന്ന പോലെ കൂട്ടുകാരെ, നിങ്ങളുടെ സപ്പോർട്ട് വിലപ്പെട്ടതാണ്. കൂട്ടുകാരെ മറക്കല്ലേ. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ചൊരു മസാല തയ്യാറാക്കി എടുക്കാറുണ്ട്. അതിന് നമ്മളിപ്പോൾ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എരിവുള്ളതാണെങ്കിൽ 1/2 ടീ ചേർത്താൽ മതി. ഇനി നമുക്ക് അടുത്ത് ചേർക്കുന്ന പറഞ്ഞാൽ ഒരു പിഞ്ച് പെരിഞ്ജീരക പൊടിയാണ്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇട്ട് കൊടുക്കുക. കുറച്ച് കായപ്പൊടി. ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് കൂടി ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ഇച്ചിരി കട്ടിയോടെ കിട്ടണം. അപ്പൊ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്കൊരു പിഞ്ച് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിഞ്ചിട്ടാൽ മതി, വേണ്ടെങ്കിൽ മാറ്റാവുന്നതാണ്. അപ്പൊ നമ്മളതിന്റെ ക്യാരറ്റ് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇച്ചിരി കനമൊക്കെ വേണം കേട്ടോ. ഈ ഒരു ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ബജ്ജി പൊരിക്കുന്നിടക്ക് പൊരിച്ചെടുക്കാം. നല്ല തിളച്ച എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ എണ്ണ ഇട്ടതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റി വെക്കണം. ഉള്ളൊക്കെ വേവണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടെങ്കിലേ പറ്റത്തുള്ളൂ. തിരിച്ചിടാം. അപ്പൊ നമുക്കിത് കോരി എടുക്കാം. ഇതേപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളതാ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇതാ കറക്റ്റായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. പൊളിയായിട്ടോ ചെയ്തോ കേട്ടോ. കിടക്കാച്ചാണ്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കൂട്ടാറേ.